അപ്പോൾ പല രീതിയിൽ ബന്ധപ്പെട്ട് നോക്കിയതിന് ശേഷം സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഫാൻറ്റസി വേൾഡിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഫ്രസ്ട്രേഷൻ ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അല്ല ബയോളജിക്കൽ നീഡ് അഡ്രസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ലിബറൽ ആയിട്ട് ഇതിനെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിന് റീസൺ ഈസ് റിലീജിയൻ. ചേട്ടാ, ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞത് വളരെ സെൻസിറ്റീവ്. ഇപ്പോൾ കേരളത്തിലുള്ള മിക്ക ആളുകൾക്കും സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് വേണം പറയാൻ. ഏത് ക്രൈമൊക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? ഇത്രത്തോളം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് ഫ്രസ്ട്രേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഈ സെക്ഷലി നമ്മുടെ അതൊരു ബയോളജിക്കൽ നീഡാണ്. അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ സംഭവം ഇതാണ്. കേരളത്തിൽ നമ്മുടെ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഫ്രസ്ട്രേഷനാണ്. കാരണം അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അല്ല ബയോളജിക്കൽ നീഡ് അഡ്രസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ശരീരത്തിൽ ഭയങ്കര നമുക്ക് ആങ്കർ ഇഷ്യൂ പെട്ടെന്ന് വരാം, പെട്ടെന്ന് ദേഷ്യം കൂടും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പിന്നെ ചില ജെൻഡേഴ്സിനോട്, ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളോട് ഭയങ്കര വൈരാഗ്യം ഉണ്ടാകാം, ആണുങ്ങൾക്കാണെങ്കിൽ സ്ത്രീകളോട് വൈരാഗ്യത്തിലേക്ക് വരും. ഇതൊരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ബയോളജിക്കൽ നീഡ് അവർ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇതിനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ലിബറൽ ആയിട്ട് ഇതിനെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിന് റീസൺ ഈസ് റിലീജിയൻ. റിലീജിയൻ ഞാൻ പറയാൻ കാരണം വെച്ചാൽ റിലീജിയൻ നല്ലതാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറേ ബയാസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഈ രീതിയിൽ ഈ അപചാരിക അല്ലെങ്കിൽ വ്യഭിചാരം എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മോറലി നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയുണ്ട്. ഈ പറയുന്ന രീതിയിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒരു സന്തോഷ് കുളങ്ങര സാറിന്റെ അതിൻ്റെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടും ഒരു റെഡ് സ്ട്രീറ്റ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇത്ര പ്രശ്നങ്ങൾ കുറയും എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ സാധ്യമാണോ എന്നുള്ളത് ഒരു സംശയമല്ലേ? അത് ഇവിടെ കാരണം നമ്മുടെ ഇവിടുത്തെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ മാനസിക അവസ്ഥ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു ബെറ്റർ ടു ഹാവ് പാർട്ട്ണർ എന്ന് പറയും. ഒരു സിംഗിൾ പാർട്ട്ണറാണ് എപ്പോഴും ഐഡിയൽ. കാരണം പക്ഷെ അവിടെ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പ്രോബ്ലത്തിലേക്ക്, കാരണം അവർ അതർ നീഡിലേക്ക് പോകും. ഒരാളല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിലേക്ക് പോകും. അല്ല, ഇനിയിപ്പോൾ ഈ ഒരു നീഡ് ആ ഒരു ഫാമിലി ലൈഫ് അവർക്ക് പോസിബിൾ ആയില്ല, മെന്റലി അവരെ എന്തെങ്കിലും ബാധിക്കുമോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ എനിക്കത് കിട്ടാത്തത്? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകും? ഇത് ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടോ തന്നെ. അത് ഞാൻ പറയാം, അതിനു മുമ്പേ പറയാം. ഇത് മെന്റലി ബാധിക്കുന്ന വെച്ചാൽ ഇവർ ഡിപ്രഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും. ഇത് സെക്സ്വൽ ഡിപ്രഷൻ, സ്ട്രെസ്സിനേക്കാളും ഡിപ്രഷനാവും, ഡിപ്രസ്ഡ് ആവും. കാരണം അവർക്ക് അവരുടെ ലൈഫിലേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. മിക്ക ആണുങ്ങൾക്കും ഇപ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്നത് മിക്കവർക്കും ലേറ്റായിട്ടാണ്. അതൊരു ആണുങ്ങൾക്ക് ഒരു 40 35 40 32 ഒക്കെ റേഞ്ചിലേക്ക് ഇപ്പോൾ ചില സാഹചര്യങ്ങൾ, അതൊരു 80s കിഡിലൊക്കെ 85 കിഡിലൊക്കെ ആളുകൾക്ക് ആ ഒരു ഗ്രേഡിലേക്ക് ഇപ്പോഴും വിവാഹം നടക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഈ സാധനം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, സോഴ്സ് ഇല്ല. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് ഒരു 40 ഒക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യത്തിലേക്ക് അവർ വരും, ഡിപ്രസ്ഡ് ആവും. അവർക്ക് അവരുടെ തന്നെ കോൺഫിഡൻസ് ഉണ്ടല്ല, അവരുടെ സെക്സ്വാലിറ്റിയിൽ അവർക്കൊരു വിശ്വാസം ഇല്ലാണ്ട് വരും. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാലും അവർക്ക് അവർ പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് വരും. അങ്ങനെ വരുന്ന ആളുകളുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ റിവേഴ്സാണ്. പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ചില ബയാസ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. വെർജിനിറ്റി എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര സംഭവമാണ് എന്ന് പണ്ടെവിടേക്കോ പഠിപ്പിച്ചു വെച്ച ഒരു ശാസ്ത്രമുണ്ട്. അപ്പോൾ അതൊരു പേടി ജനറേറ്റ് ചെയ്യും. പിന്നീട് കുറച്ച് അടുത്തൊരു വിവാഹ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇത് വല്ലാത്തൊരു ഇഷ്യൂയിലേക്ക് അവരെ കൊണ്ടുപോകാം. കാരണം ട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു വ്യക്തിനെ. കിട്ടുന്ന പാർട്ട്ണറാണെങ്കിലും ട്രസ്റ്റ് ഉണ്ടാവില്ല, ട്രസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ വിവാഹേതര റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോവുകയും ചെയ്യും. അതാണ് ആ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പണ്ട് മുതലേ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ പ്രശ്നം. രണ്ട് ജെൻഡറിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കരമായി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാം, ദേഷ്യത്തിലേക്ക് ഭയങ്കര ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും. ചില സമയത്ത് വെറുതെ ഇരുന്ന് കരയും, ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയും. മൂഡ് സ്വിങ്സ് അല്ല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റും.
മിക്ക ആളുകളും വിവാഹത്തിന് ശേഷമാണെങ്കിലും ഒരു സെക്സ്വൽ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ദേ ആർ റിലീസ്ഡ്. സ്ട്രെസ് ബസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നമുക്ക് പറയാം, സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ട്രെസ് ബസ്റ്റർ സെക്സ്വൽ റിലേഷൻഷിപ്പാണ്. പക്ഷെ അതിലൊരു ഇമോഷണൽ കണക്ഷനോട് വരണ്ടേ? ഇമോഷൻ ഇല്ലാണ്ട് ഒരിക്കലും അത് കിട്ടത്തില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു ചിലപ്പോൾ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷനിലൂടെ രൂപപ്പെട്ടിട്ട് മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് ഇവർ ഈ ചെയ്യുന്ന ഈ പിടിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണല്ലോ നിലവിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നടക്കുന്നത്. അതിൽ ഇമോഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷനുകൾ ഉണ്ടായി, അവർക്ക് അത്തരം കാര്യങ്ങളൊന്നും പറ്റിയില്ല, മാനസികപരമായി എന്തൊക്കെയോ ബാധിച്ച് പിന്നെ അവർക്ക് ഇമോഷനേ ഇല്ലാതായി പോകുന്നതുകൊണ്ടാണോ ചെറിയ കുഞ്ഞുങ്ങളോട് വരെ ഇവർക്ക് ഈ ഒരു ആസക്തി തോന്നുന്നത്? ഇമോഷൻസ് ഇല്ലാതല്ല, ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള സംഭവമാണ്. പിന്നെ അതൊക്കെ ഒരു മാനസിക വൈകൃതം കേട്ടോ. ഇപ്പോൾ കുട്ടികളാണെങ്കിലും പീഡോഫീലി എന്നൊക്കെ പറയുന്ന ഒരു മാനസിക വൈകൃതം. അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കേസുകൾ. അതൊക്കെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആ വ്യക്തികളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം. ചിലരുടെ മൈൻഡ് എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ നമുക്കൊരു പ്രോപ്പർ തെറാപ്പിയിലേക്ക് ഹീലിങ്ങിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അത് ഇപ്പോഴത്തെ വരുന്ന ജനറേഷനിലാണെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇമോഷൺലെസ് ആവും അവർ. They don't have any feelings. പാർട്ണറെ വേദനിപ്പിച്ചുകൊണ്ട് ആസ്വാദനം കണ്ടെത്തുക, ആ ഒരു തലമുണ്ട്. ഇപ്പോൾ സെക്ഷുവാലിറ്റിയിൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ണറിന്റെ വേദന കണ്ടിട്ട് അതിലൊരു സുഖം കണ്ടെത്തുക, അതൊരു മാനസിക പ്രശ്നം തന്നെയല്ലേ? അത് സെക്ഷൽ ഫാൻറ്റസി എന്ന് പറയുന്ന സംഭവം ഫാൻറ്റസൈസ് ആവും. അപ്പോൾ പല രീതിയിൽ ബന്ധപ്പെട്ട് നോക്കിയതിന് ശേഷം സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് അവർ ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ബ്ലഡ് കണ്ടിട്ട് ചിലപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ആളുകളുണ്ടാകാം സെക്സ്വൽ റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ പാർട്ട്ണർ ആയിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരെ ശരിക്കും പെയിൻ കൊണ്ടുവന്നിട്ട് അവർ മാനസികമായിട്ട് ഭയങ്കര പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ട് ആസ്വദിക്കുന്നു. ഫിസിക്കൽ പെയിൻ അത് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. ഇത് ആ ഫ്രസ്ട്രേഷൻ്റെ അടുത്ത ഗ്രേഡിലേക്ക് വരുമ്പോൾ ഒരു ഫാൻറ്റസി ലെവലിലേക്ക് വരും. കിട്ടാത്തൊരു സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. അപ്പോൾ അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിലേക്ക് പോകുന്ന ഇതിപ്പോൾ ഈ വൈഫ് സ്വാപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്ന സ്റ്റേജ് അതാ. അടുത്തൊരു ഗ്രേഡിലേക്ക് വരുമ്പോഴേക്കും ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകും. കാരണം പിന്നീട് ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അവർക്ക് ഇഷ്ടം, 2 പേരുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകും, 3 പേരുമായിട്ട് മൾട്ടിപ്പിൾ ഒരേ സമയത്ത് റിലേഷൻഷിപ്പ് പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ഫാൻറ്റസൈസ് ആവും. പിന്നെ ഈ പറഞ്ഞ ബ്ലഡ് ദേഹത്ത് സ്പ്രെഡ് ചെയ്തിട്ട് ലൈംഗിക വീഴ്ചയിലേക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരും. ഫാൻറ്റസി ഏറ്റവും എക്സ്ട്രീം ലെവലാണ്. പിന്നീട് ഇവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ അടുത്ത ഗ്രേഡ് എന്ന് പറയുന്നത് കമ്മിറ്റ് സൂസൈഡ്. ഇതാണ് ഈ അവസ്ഥയുടെ അടുത്ത ഗ്രേഡ് എന്ന് പറയുന്നത്. കാരണം ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ നീഡ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് സെക്സ്വൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു തെറാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനെ ഈ ഫ്രസ്ട്രേഷൻ്റെ ഉറവിടപ്പെടാണോ അതെടുത്ത് മാറ്റുക. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ഏർലി സ്റ്റേജിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും.